28 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലത്തെ നടുക്കിയ RSS നേതാവ് പട്ടത്താനം സന്തോഷ് വധക്കേസ് പലരും ഓർക്കാൻ വഴിയില്ല. 1997-ൽ CPM-ഉം RSS-ഉം നേർക്കുനേർ ഏറ്റുമുട്ടിയിരുന്ന കാലം. അക്കാലത്താണ് സന്തോഷിനെ CPM പ്രവർത്തകർ ക്രൂരമായി വെട്ടിക്കൊന്നത്. കേസിലെ പ്രതികൾക്ക് കോടതി പിന്നീട് ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിച്ചു. എന്നാൽ അന്ന് ഒളിവിൽ പോയ രണ്ടാം പ്രതി പട്ടത്താനം സ്വദേശി സജീവിനെ വർഷങ്ങൾക്ക് ശേഷമാണ് പിടികൂടാൻ കഴിഞ്ഞത്. സംഭവം നടന്ന് 2.5 പതിറ്റാണ്ടിന് ശേഷം DYFI നേതാവായിരുന്ന സജീവിനും കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. നവംബർ 24-നാണ് RSS പ്രവർത്തകനായിരുന്ന സന്തോഷ് കൊല്ലപ്പെട്ടത്. RSS മണ്ഡൽ സേവാ പ്രമുഖായിരുന്ന സന്തോഷ് ശാഖ കഴിഞ്ഞ് സൈക്കിളിൽ പോകുമ്പോഴായിരുന്നു CPIM പ്രവർത്തകർ കൊലപ്പെടുത്തിയത്. സൈക്കിളിൽ കാർ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ക്രൂരമായി വെട്ടിക്കൊന്നുവെന്നാണ് കേസ്. കേസിന്റെ ആദ്യ വിചാരണ കാലഘട്ടത്തിൽ രണ്ടാം പ്രതിയായ DYFI നേതാവ് കാളി സജീവ് ഒളിവിൽ പോയിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസിന്റെ പിടിയിലായത്. പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയതിന് പിന്നാലെയാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. കൊല്ലം ജില്ലാ 4th അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി S. സുഭാഷിന്റേതാണ് വിധി പ്രസ്താവന. പട്ടത്താനത്തെ RSS പ്രവർത്തകനായിരുന്ന സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള സജീവ്, കാളി സജീവ് എന്ന് വിളിക്കുന്ന സജീവിനെയാണ് ഇന്നലെ കോടതി കുറ്റക്കാരനാണെന്ന് കാണുകയും ഇന്ന് ജീവപര്യന്തം തടവിനും 2 ലക്ഷം രൂപ പിഴയടക്കാനും ഉത്തരവായിട്ടുള്ളതാണ്. 1997-ലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. RSS ശാഖ കഴിഞ്ഞ് സന്തോഷം സുഹൃത്ത് വിജയകുമാറും കൂടി സൈക്കിളിൽ ചെമ്മാമുക്കിലേക്ക് പോകുന്ന വഴി മണിച്ചിത്തോടുന്ന സ്ഥലത്ത് വെച്ച് കാറ് കൊണ്ട് സൈക്കിളിന് പകലിടിക്കുകയും മറിഞ്ഞു വീണ ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സന്തോഷ് സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയാണ് സംഭവിച്ചത്. ഈ കേസിന് 1996 ഡിസംബർ 6-ന് DYFI നേതാവായിരുന്ന സുനിൽകുമാറിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി അദ്ദേഹത്തിന്റെ കൈ വെട്ടി പോസ്റ്റിൽ കൊണ്ട് കെട്ടിയ സംഭവത്തിനെ തുടർന്ന് നടന്ന സംഘർഷങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അന്ന് സുനിൽകുമാറിനെ കൊലപ്പെടുത്തുന്നതിന് ആ കേസിൽ ഉൾപ്പെട്ടുള്ള പ്രതിയായിട്ടുള്ള സന്തോഷിനെയാണ് പിന്നീട് അതിന്റെ വിരോധം മൂലം കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷന്റെ കേസ്. കേസിലെ മറ്റു പ്രതികളെ കോടതി മുമ്പ് ശിക്ഷിച്ചിരുന്നു. നിലവിൽ ഇരവിപുരം MLA ആയ M. നൌഷാദിനെ മുൻപ് ജില്ലാ കോടതി പ്രതിപ്പട്ടികയിൽ ചേർത്തിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ ആണ് വിചാരണയിൽ നിന്ന് ഒഴിവായത്. ന്യൂസ് 18 കൊല്ലം.